കഴിഞ്ഞ ദിവസം രാത്രി ഞാനൊരു പോഡ്കാസ്റ്റ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സ്പോട്ടിഫൈയിൽ. ഓക്കെ, ഒരു മലയാളി ആളായിരുന്നു. പക്ഷെ എനിക്ക് ആളുടെ പേര് ഓർമ്മയില്ല, താഴെ മെൻഷൻ ചെയ്തേക്കാട്ടോ. അപ്പൊ അതിനകത്ത് ആള് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്കല്ലേ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പൊ ആ ബുക്കിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ പറയുന്നത്, ആ ബുക്കിന്റെ ഓഥർക്ക് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 70 വയസ്സുള്ള ഒരു സ്ത്രീ, ഓക്കെ, 70 years ഓൾഡ് വിമൻ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത്, ഞാൻ 70 വയസ്സായിട്ടുള്ള സ്ത്രീയാണ് ഒബ്വിയസ്ലി. അപ്പം ഞാൻ പെൻഷൻ കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്. അതായത് എന്നെ നല്ലപോലെ മനസ്സിലാക്കുന്ന, എന്നെ പോലെ, അതായത് ഹോൾ ഹാർട്ടഡ്ലി എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പുരുഷൻ എനിക്ക് വേണം. എന്നിട്ട് ആളുടെ കൂടെ എനിക്ക് നല്ല സമാധാനം സന്തോഷത്തോടെ ജീവിക്കണം. പിന്നെ ആള് നല്ല സ്പിരിച്വൽ ആയിരിക്കണം. ആള് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഞാൻ അങ്ങനെ ഇതിനെ പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും വിചാരിക്കും, ഇത് ഞാൻ വല്ല ആരെങ്കിലും അടുത്ത് പറഞ്ഞാലേ എന്നെ കളിയാക്കുമല്ലോ എന്ന്. ഈ 70 വയസ്സായിട്ടുള്ള ഞാൻ ഈ കിളവി എവിടെ നിന്ന് കിട്ടാനാണ് എന്നൊക്കെ. ഇപ്പൊ പിന്നെ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ സ്ത്രീ പറയുന്നത്, ഓദറിന്റെ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്പീച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഓദർ പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി, എത്രത്തോളം അത് പവർഫുൾ ആണെന്ന്. പിന്നെ അതിൽ പറയുന്നത്, നമ്മളുടെ അടുത്ത് കണ്ടിന്യൂസ്ലി മൈൻഡ്ഫുള്ളി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടക്കുമെന്ന്. അതിന് പോസിറ്റീവ് അഫർമേഷൻ എന്നൊക്കെ പറയും. അപ്പം അവർ വിചാരിച്ചു, എന്നാ ശരി ഞാനൊന്നത് ട്രൈ ചെയ്ത് നോക്കാന്ന്. അവരെന്ത് ചെയ്തു, അവർ ഡെയിലി രാവിലെ എണീക്കുമ്പോൾ ഡെയിലി അവരത് ഇങ്ങനെ പറയാൻ തുടങ്ങി. അതായത്, ഞാനിങ്ങനെ ഒരാളെ കല്യാണം കഴിക്കും, ഞാൻ സന്തോഷമായിട്ടിരിക്കും. ഞാനിങ്ങനെ കല്യാണം കഴിക്കും, സന്തോഷമായിരിക്കും. ആളിങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. എന്നെ നല്ലപോലെ സ്നേഹിക്കുന്ന ആളായിരിക്കും. ഡെയിലി പറയാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവര് എന്നും മെഡിസിൻ വാങ്ങാൻ പോകുന്ന ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അവിടെ പോയപ്പം അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അങ്ങനെ പരിചയപ്പെട്ടു. അവര് ഇഷ്ടപ്പെട്ടു. അയാൾ വന്ന് ഇവര് പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് ഇപ്പം ഇവര് ഹണിമൂണിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു കത്ത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പം എനിക്ക് എന്തോ ഭയങ്കര ഇതായിട്ട് തോന്നി. ഞാനിങ്ങനെ പോസിറ്റീവ് അഫർമേഷനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാനത് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല്, പലപ്പോഴും നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതും ചെയ്യാൻ സാധിക്കാത്തതും. അതെന്താന്ന് വെച്ചാലേ, നമ്മളിപ്പോൾ ഒരു രാവിലെ എണീക്കാത്ത ഒരാളാണ്. രാവിലെ എണീക്കാൻ നമ്മൾ തീരുമാനിക്കും. പക്ഷെ രാത്രി കിടക്കുമ്പോൾ തന്നെ, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല, ഇനിയിപ്പോൾ 12 മണിയായി, എണീക്കാൻ പറ്റൂല. എത്ര അലാം വെച്ചാലും ഓഫ് ചെയ്ത് കളയും, അല്ലെ? അതേപോലെ തന്നെ അങ്ങനത്തെ ഏത് ന്യൂ ഹാബിറ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലൈഫിലേക്ക് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റൂല. അപ്പോൾ പോസിറ്റീവ് അഫർമേഷന് വേണ്ടി ഡെയിലി ഒരു 5 minutes മാറ്റി വെച്ച് നോക്ക്. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ എന്തായാലും കാണാൻ പറ്റും. Hope you like this video. Thank you for watching. See you in the next vlog.